പാകിസ്ഥാനിലെ ഒരു പ്ലെയർ എവിടെയെങ്കിലും തെന്നി വീണാൽ പോലും ജയ് ശ്രീറാം വിളിക്കുകയാണ്. ഈ ക്രിക്കറ്റ് കളിയിലെവിടെയും ജയ് ശ്രീറാമൊക്കെ വിളിക്കുന്നത്, അള്ളാഹു അക്ബറൊക്കെ വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇവരെല്ലാം കാണുന്നത് അങ്ങനെ, ഇവർ ലോകത്തെ മുഴുവൻ കാണുന്നത് ആഭ്യന്തര രാഷ്ട്രീയത്തിന് അനുകൂലമായി എങ്ങനെ ഇതിനൊക്കെ ചലിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു ദൗർഭാഗ്യമാണ്. ഇനി ഷാരൂഖ് ഖാനെ ആക്രമിക്കും, അങ്ങനെ മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരുമായ മുസ്ലിം പേരോളം, അവർ മുഗളന്മാർ മരിച്ച് പണ്ടേ പോയ ആൾക്കാരല്ല, അവരെയൊക്കെ എടുത്തുകൊണ്ടൊന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ആക്രമിക്കാൻ എല്ലാ ദിവസവും ഓരോ വിഷയം വേണം. അത് ഷാരൂഖിനോ സൽമാനോ ഒന്നും അതിനകത്തുനിന്ന് രക്ഷയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരവരുടെ പണിയെടുക്കുകയാണ്. ക്രിക്കറ്റിനകത്ത് തന്നെ മുഹമ്മദ് ഷമി എന്തുമാത്രം ആക്ഷേപം കേട്ടയാളാണ്. ഒരു ക്യാച്ച് വിട്ട് കളഞ്ഞതിൻ്റെ പേരിൽ മഹാരാജ്യദ്രോഹി എന്ന് വിളിച്ച ആളാണ് അയാൾ. പാകിസ്ഥാൻ അവിടെ നിന്ന് കളിക്കാൻ വരുന്നു. ഇവിടെ പാകിസ്ഥാൻ ഇന്ത്യൻ തമ്മിലുള്ള കളി ഈസ് എ കളി, അത് കളി മാത്രമാണ്. പക്ഷേ ഗുജറാത്തിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ആ കളി നടക്കുമ്പോൾ പാകിസ്ഥാനിലെ ഒരു പ്ലെയർ എവിടെയെങ്കിലും തെന്നി വീണാൽ പോലും ജയ് ശ്രീറാം വിളിക്കുകയാണ്. ഈ ക്രിക്കറ്റ് കളിയിലെവിടെയും ജയ് ശ്രീറാമൊക്കെ വിളിക്കുന്നത്, അള്ളാഹു അക്ബറൊക്കെ വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇവിടുത്തെ ആൾക്കാർ ജയ് ശ്രീറാം വിളിച്ച് ആഘോഷം എന്ന് വെച്ചാൽ ഒരുതരം ഭയങ്കരമായ വിദ്വേഷം തീർക്കലാണ്. പ്ലെയറിന് കൈ കൊടുക്കുക, ക്യാപ്റ്റന് കൈ കൊടുക്കാത്തതും അതാണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിനെയൊക്കെ ക്രിക്കറ്റിൻ്റെ ഒരു പ്രശ്നം അറിയാം. ക്രിക്കറ്റിനെ സവിശേഷമായി കാണണം. ക്രിക്കറ്റ് ഒരു കളി എന്നതിനപ്പുറം ഇന്ത്യയിൽ അതിദേശീയതയുടെ ഒരു വാഹനമാണത്. എങ്ങനെയൊക്കെ അതിനെ പ്രയോജനപ്പെടുത്താമെന്ന് ഇന്ത്യയിലെ പൊളിറ്റീഷ്യന്മാർ എപ്പോഴും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. മോദിയൊക്കെ നന്നായിട്ട് അതിനെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതിദേശീയ വികാരത്തിൻ്റെ ഒരു തരം ഒരു വാഹനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വേറൊരു കളിയും രക്ഷപ്പെടാത്തത്. ഇതാണ് അവർക്ക് ആവശ്യം. ഈ ദേശീയതയെ അങ്ങോട്ട് കുത്തിക്കയറ്റാൻ പറ്റിയ ഒരു കളി ഇതാണ്. ഈ കളിയാകുമ്പോൾ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് കളിയുണ്ട്. വിട്ടുകൊടുക്കാൻ പറ്റൂല, വിടാൻ പാടില്ല. ഞാൻ പറഞ്ഞത് മറ്റൊന്നിനെയും. ഇപ്പം ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ട്. പക്ഷേ നമ്മൾ എവിടെ ഒരു ക്വാളിഫയർ പോലും കിടക്കുന്നില്ല ഫുട്ബോളിൽ. ലോകത്തെ ഏറ്റവും മനുഷ്യർ കൊണ്ടാടുന്ന കളി ഫുട്ബോളാണ്. അവിടെ ഇത്രയും വലിയ പോപ്പുലേഷനുള്ള ലോകത്തെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയും വലിയ രാജ്യമായ നമുക്കൊരു സ്പേസും ഇല്ല. അങ്ങനെ നമ്മളുടെ കളിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനും നമ്മൾ കൊടുത്ത ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും കുഴപ്പമാണത്. അപ്പോൾ ഇത് ക്രിക്കറ്റിനെ നമുക്ക് ഒരു നല്ല കളിയായിരിക്കുകയും നമ്മൾ ബഹുഭൂരിപക്ഷം മനുഷ്യരും സ്നേഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ അതിനെ ഇതിൻ്റെ ഒരു വെസലാക്കി ഇവർ മാറ്റുന്നുണ്ട് എന്നതുകൂടി കാണേണ്ട കാര്യമാണ്. അതുകൊണ്ടുകൂടിയാണ് അതിനകത്തേക്ക് പെട്ടെന്ന് വർഗീയത വന്ന് ചാടുന്നത്. ഷാരൂഖ് ഖാന് ആ കളിക്കാരനെ നിലനിർത്താനും കളിയെ കളിയായി കാണണമെന്ന് പറയാനുമുള്ള ആത്മധൈര്യം ഉണ്ടാവട്ടെ. അദ്ദേഹത്തിന് ഇത് പ്രദാനം ചെയ്യപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വേറെ ഒന്നും ചെയ്യാനില്ല.